തന്നെ നാട്ടിലൊന്നും കിട്ടത്തില്ലൂടെ. വന്നു കഴിഞ്ഞാൽ 100 കൂട്ടുകാർ. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് നടക്കും. എന്റെ വണ്ടിയുടെ അതൊന്നും സെറ്റാക്കി തന്നെ കാർബറേറ്റർ മൊത്തം അഴിച്ചാണ്. എന്നിട്ട് KSRTC അത് പറഞ്ഞപ്പോഴാണ് എന്റെ വണ്ടി കത്തി കഴിഞ്ഞ ദിവസം ഒരു പ്രയാസമാകട്ടെ. ശരിക്കും ശരിക്കാണോ പിള്ളേരുടെ ഇത് പറയല്ലേ? ഇത് പറഞ്ഞാലേ അപ്പോൾ ഞാനിപ്പോൾ എടുത്തു പറഞ്ഞാലേ ഞാൻ ചാടേമാകത്ത് ഇങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് വരും. വരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഒറ്റക്കേ ഉള്ളൂ, ആരുമില്ല. അത് കണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിച്ചിട്ട് പെട്ടെന്ന് വണ്ടിക്ക് ഒരു കരട്ടി ശബ്ദം, അതുപോലെ പൂച്ചയെ ഒരു ചെടിയോലെ പണിയും. ഒരു മനുഷ്യ ശബ്ദം, ഒരു മനുഷ്യന്റെ കരട്ടി ശബ്ദം, മനുഷ്യന്റെ ശബ്ദം. അത് ഞാൻ കേട്ടതാ. ഞാനേ ചാടേമംഗത്ത് നിന്ന് ബസ് കൊടുത്തിട്ട് വരിക. വണ്ടിയിൽ കുറച്ച് ഓടിയിട്ടുണ്ട്. അപ്പോഴത്തെ കുറച്ച് ഒരു നിലവിളി ശബ്ദം. വണ്ടിക്കത്ത് നിലവിളി ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ട് കേൾക്കാം. അപ്പൊ ഞാൻ വണ്ടി നിർത്തി. വണ്ടിക്കകത്ത് നോക്കി 12 മണി 12:30 ആയിട്ടുണ്ട് ഈ സമയം. ഞാൻ വണ്ടിക്കകത്ത് നോക്കിയപ്പോ ആരുമില്ല, അനക്കൊന്നുമില്ല. വണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാൻ വണ്ടി എടുത്ത് ഞാൻ പിന്നെയും വിട്ട് ഒരു ശകലം കൂടി കഴിഞ്ഞു. വണ്ടി പിന്നെ ഏറ്റവും സ്പീഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ശബ്ദം കേട്ടു. വണ്ടി നിർത്തി. വണ്ടി ദിവസം ആരുമില്ല. പിന്നെ വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഇത് സൗണ്ട് ആരോ വണ്ടിക്കത്തോണ്ട് നിലവിളി പോകുന്നത്. ഞാൻ വണ്ടി നിർത്തി ലൈറ്റിട്ട് വണ്ടിയുടെ അത് മൊത്തം നോക്കണ ആരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും വണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ വണ്ടി എടുക്കണേ. വണ്ടി എടുത്ത് ഈ വണ്ടി കൊടുത്തിട്ട് ഇതായി. പിന്നെ ഏകദേശം നമ്മൾ 1000 കഴിഞ്ഞു. അപ്പോഴത്തെ കുറച്ച് പിന്നെ വണ്ടിക്കകത്ത് ശബ്ദം, വണ്ടി നിലവിളി ശബ്ദം, ഒരു നിലവിളി ശബ്ദം. അപ്പം ഞാൻ വീണ്ടും വണ്ടി കുറച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ അമ്പലമൊക്കെ അവിടുത്തെ അമ്പലത്തൊക്കെ എത്രയായി എത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഈ സൗണ്ട് വരും, നിലവിളി. ഞാൻ പറഞ്ഞത് വണ്ടി ഞാൻ ഒരു ഇതായിട്ട് ഇറങ്ങിയിട്ട് മനുഷ്യയില്ല. ഞാൻ അകത്ത് പുറത്ത് വല്ല ഇറങ്ങി. ഞാൻ പുറത്തിറങ്ങി താഴെ നോക്കി, വണ്ടിക്കടി ആരുമില്ല, ഞാൻ മാത്രം. പിന്നെയും വണ്ടി എടുത്ത് വിടുക. വിട്ടപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. ഈ ശബ്ദം പിന്നെ കേൾക്കുന്നുണ്ട്. ഈ വണ്ടി ഓടുമ്പോഴത്തേക്കും ശബ്ദം കൂടി. അപ്പൊ എനിക്ക് ഐഡിയ വന്നു, ഈ വണ്ടി അവിടെ കൊണ്ടിട്ടവനില്ല, അവനെയാന്ന് വിളിച്ചു. അപ്പോഴല്ലേ അവനെ എനിക്ക് പറഞ്ഞിടാ എല്ലാ കട്ടണ ഇതെല്ലാം അടച്ചിട്ടിരിക്കാതെ വെച്ചു, ഗ്ലാസ് എല്ലാം അടച്ചാൽ മതി. നമ്മൾ ഗ്ലാസ്സെല്ലാം അടച്ചു. ഇനി ഇരിക്കുന്നത് ഇഷ്ടപുറയില്ല ഗ്ലാസ് അടച്ചാൽ ഞാൻ അതും അടച്ചു. ഒന്ന് നോക്കാൻ പറയും. ഞാനങ്ങനെ നോക്കിയ ആ ഗ്ലാസ് തുറന്നു കിടക്കുക. അപ്പൊ അവൻ എൻ്റെ പറഞ്ഞേ ആ ഗ്ലാസ് ഒന്ന് വലിച്ചടച്ചിട്ട് വണ്ടി എടുക്കാൻ അത്രേ ഉള്ളല്ലേ? എനിക്കപ്പോഴും തോന്നിയായിരുന്നു ഇത്രയൊക്കെ ഉള്ള കാര്യം. നീ മേടിച്ചു കാണുമല്ലേ? പേടിയാ എനിക്കാ. എന്റെ കല്യാണത്തിന് മുമ്പിലുണ്ടല്ലോ, ഞാൻ കല്യാണ പുറത്ത് കിടന്നിറങ്ങിക്കൊണ്ടിരുന്ന ആളാ. എനിക്ക് പേടിയാ. അത് ഞാനും കുറെ കേട്ടിട്ടുണ്ട്. ഇരുത്തേരി കൊച്ചായിന്നല്ലേ വിളിക്കുന്നത്? അതൊക്കെ ഉണ്ട്, അതൊന്നുമില്ല, പേടിയൊന്നുമില്ല. സമയമാണ്, ഞാൻ വീട്ടിൽ പോയി. എനിക്ക് അവിടെ വരെ പോകണ്ട. ഉറവടിച്ചിട്ട് ഇല്ല, നേരെ എനിക്ക് അപ്പുറം വരെ പോയാൽ മതി. കൂടെ വന്നാ വീണ്ടും കാണണം. ആക്കെ വിളിക്കാമല്ലോ. കൊച്ചേ, എടാ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കില്ലോടാ. അല്ലെങ്കിൽ വേണ്ട, നീ എൻ്റെ കൂടെ വീട് വരെ ഒന്ന് വരുവാടാ. തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാനാ. അപ്പൊ എന്നെ കൊണ്ട് വിളിച്ചാക്കും. അങ്ങനെ എല്ലാം കൊണ്ടാക്കി തരാക്കി തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം.
തിരുവോണ